ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. എന്താണെന്നല്ലേ? കോവയ്ക്ക ചമ്മന്തി. ഈ ചമ്മന്തി വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഈ ചമ്മന്തി തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് കോവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കോവയ്ക്ക 10 എണ്ണമാട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ കോവയ്ക്ക ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 6 കാശ്മീരി ചില്ലിയാണ്. ഇതാവുമ്പോൾ നല്ല കളറ് കിട്ടും ചമ്മന്തിക്ക്, എരിവ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എരിവുള്ള മുളക്, നമ്മുടെ സാധാ വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ സുഖമായിരിക്കും. മുളക് വേഗം അരഞ്ഞ് കിട്ടും. ഇപ്പോൾ മുളകും കോവയ്ക്കയും നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായി നമുക്ക് മാറ്റി വയ്ക്കാം. കോവയ്ക്കയുടെയും മുളകിൻ്റെയും ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് നാളികേരം ചിരകിയതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 ചെറിയ ഉള്ളി ഇതിലേക്ക് അരിഞ്ഞിടാം. 1 തണ്ട് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിയാണ്. ചമ്മന്തി ആകുമ്പോൾ നമുക്ക് കുറച്ച് പുളിയൊക്കെ വേണമല്ലോ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അല്പം ഉപ്പാണ്. അതും കൂടെ ഇതിലേക്ക് ഇടാം. ഇത് അരച്ചെടുക്കാം. ചമ്മന്തി ഞാൻ അരച്ചെടുത്തു കേട്ടോ. നോക്കൂ, നല്ല അടിപൊളി ചമ്മന്തിയാട്ടോ. ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് കോവയ്ക്ക കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ഒരാളും അറിയില്ല. കോവയ്ക്കയുടെ ഒരു ടേസ്റ്റ് ഒന്നുമില്ല ഇതിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഈ കോവയ്ക്ക ചമ്മന്തി തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇടണം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നും ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോവയ്ക്ക ചമ്മന്തി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.